ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം പതിച്ച ഫ്ലക്സ് ബോർഡും കൊടിതോരണങ്ങളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ചെമ്പനരുവിയിൽ ഹർത്താൽ ആചരിച്ചു. ഇവിടെ ക്ഷേത്രത്തിലെ വഞ്ചിയും നശിപ്പിച്ച നിലയിലാണ്. ചെമ്പനരുവി കൂട്ടുമുക്കിൽ സ്ഥാപിച്ചിരുന്ന BJP, BMS, RSS എന്നീ സംഘടനകളുടെ കൊടിയും തോരണങ്ങളും നശിപ്പിച്ച നിലയിലാണ്. കൂട്ടുമുക്കിലെ ക്ഷേത്രവഞ്ചിക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. പ്രദേശത്ത് സാമുദായിക സംഘർഷം സൃഷ്ടിക്കുന്നതിന് സാമൂഹ്യ വിരുദ്ധർ ശ്രമം നടത്തുകയാണെന്ന് ആക്ഷേപമുണ്ട്. പ്രദേശത്ത് ഇന്ന് വരെയായിട്ടും യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതിരുന്ന കാലങ്ങളായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഇടക്കാലത്ത് ഇവിടെ വന്ന് ഇതിൻ്റെ ഭിത്തി ഇടിച്ച് കളയുകയും നാശങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ കൊടി എല്ലാം അറുത്ത് കളഞ്ഞ് നാശങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി പ്രതിഷേധ യോഗങ്ങളൊക്കെ നടത്തി. പോലീസും പാർട്ടിയൊക്കെ വന്നു. എങ്കിൽ പോലും ചാനലിൻ്റെ മുന്നേ ഒരു പേരും കൂടെ പറയാനുണ്ട്. ഇവിടെ മദ്യപാനത്തിൻ്റെ കുഴപ്പം ഒന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇവിടെ ഈ മലയോര പ്രദേശമായതുകൊണ്ട് ഒളിവിൽ പാർക്കാനുള്ള സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ ആൾക്കാരിങ്ങനെ വരാറ് പതിവുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള വിവരം സൂക്ഷ്മവരും അറിയത്തില്ല. ഇവിടെ ഒളിവിൽ പാർക്കാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലുള്ള കുഴപ്പങ്ങളുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാവ്യം ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ ഗുരുദേവന്റെ ഘടനയും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ വർഗീയ കലാപം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ആരോ ഇത് ചെയ്ത ഒരു സംവിധാനമാണ്. നേരത്തെ ഇവിടെ ഒരു അമ്പലത്തിന്റെ വഞ്ചി കാര്യങ്ങളെല്ലാം ഇളക്കി കളഞ്ഞിട്ട് വിവിധ സമുദായത്തിന്റെ നാശങ്ങൾ വരുത്തിയായിരുന്നു. പക്ഷെ അന്ന് അതൊക്കെ പൊളിഞ്ഞുപോയി. അപ്പോൾ ഇപ്പം ഇത് മനഃപൂർവ്വമായിട്ടൊരു കലാപം ഉണ്ടാക്കാനുള്ള സംവിധാനമാണെന്നാണ് ബലമായ സംശയം. പത്തനാപുരം പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.